सरस्वतीमर्दे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा നവരാത്രി കാലം ആരംഭം 22-ാം തീയതി മുതൽ ആരംഭിക്കുന്നതായ നവരാത്രി കാലം ആരംഭം 29-ാം തീയതി പൂജവെപ്പ് വരുമ്പോൾ നവദുർഗ പ്രകീർത്തിത മുക്താന്യേതാനി നാമാനി ബ്രഹ്മണേ മഹാത്മനാധിക്യമാനസു ശത്രുമധ്യയോധരണേ വിഷമേ ദുർഗേ ജയ ഭയാത്ത ശരണങ്കട എന്ന ദേവീമഹാത്മ്യം തുടങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് ദേവീമഹാത്മ്യത്തിൻ്റെ കവച മന്ത്രങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു വരുന്നതാണ്. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രൻഡേരി, കൂഷ്മാണ്ഡേരി ചർദ്ധം, പഞ്ചമം സ്കന്ദമാദേരി, ഷഷ്ടം കാത്യായനീജ, സപ്തമം കാലരാത്രീതി, മഹാഗൗരീതി അഷ്ടമം, നവമം സിദ്ധിത പ്രോക്ത നവദുർഗ പ്രകീർത്തിത. നവമ സിദ്ധിത ആയ ഭഗവതി എത്തുമ്പോഴത്തേക്കും എന്തായി? അവിടെ നമ്മുടെ എല്ലാം അവിടെ സാത്വിക ഭാവത്തിലേക്കായി. പ്രഥമം ശൈലപുത്രി, ആദ്യത്തെ ദിവസം ശൈലപുത്രി രൂപത്തിൽ പൂജിക്കണം. ദ്വിതീയം ബ്രഹ്മചാരിണി, രണ്ടാമത് ബ്രഹ്മചാരിണി ആയിക്കൊണ്ട് പൂജിക്കണം. തൃതീയം, അങ്ങനെ ഓരോന്നായിട്ട് ദ്വിതീയം ബ്രഹ്മചാരിണി. കൂഷ്മാണ്ഡേരി ചാർദ്ധകം, നാലാം ദിവസം കൂഷ്മാണ്ഡ എന്നുള്ള ഭഗവതിയുടെ രൂപത്തിൽ പൂജിക്കണം. പഞ്ചമം സ്കന്ദമാദേരി, ഷഷ്ടം കാത്യായനീജ, സപ്തമം കാലരാത്രി മഹാഗൗരീജ, അഷ്ടമം നവമം സിദ്ധിത പ്രോക്ത. അങ്ങനെ 9 രാത്രികളിൽ കൊണ്ട് സാത്വികമായ ആഹാരങ്ങളെ കഴിച്ചുകൊണ്ട് ഓരോന്നും ഓരോ രീതിയിലുണ്ട്. കേരളത്തിൻ്റെ രീതിയിൽ സാധാരണ പാൽപ്പായസം ആണ് നേദിക്കുക. കർണാടക മൂകാംബികയിലൊക്കെ അവിടെ പ്രത്യേക പല നിറത്തിലുള്ളതായ പരിപ്പൊക്കെ ഇട്ടുള്ളതായ പ്രസാദം, പരിപ്പിട്ടൊക്കെ നേദ്യം, മധുരം ഉള്ളതായ നേദ്യങ്ങൾ. അപ്പോൾ പ്രധാനമായത് പായസം തന്നെയാണ്. പായസം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം പാലും കൊണ്ടുണ്ടാക്കുന്നതാണ്. പിന്നീട് നമ്മൾ ഓരോ പായസത്തിനും കൂട്ടുപായസം എന്നൊക്കെ പറയുന്നത് പാലും കൊണ്ട് ഉണ്ടാകുന്ന ഒന്നാണ്. അതാണ് പാൽപ്പായസം പ്രധാനം. പായസം എന്ന് പറഞ്ഞാൽ പാൽപ്പായസത്തിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ സാത്വികമായ രീതിയിൽ പായസമാണ് നേദിക്കേണ്ടത്. അത് പൂജാവിധികൾ ഉള്ളിടത്ത് മാത്രം മതി. ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലും ഇല്ലങ്ങളിലും അതുപോലെയുള്ള കമ്പനികളിലും ഒക്കെ നമ്മൾ പൂജ വയ്ക്കുന്നുണ്ട്. അവിടെ മലര് നേദിയേ പാടുള്ളൂ എന്നർത്ഥം, തിരുമധുരം നേദിക്കുക എന്നർത്ഥം. അപ്പോൾ പൂജാവിധാനമുള്ളതായ ദിവസം 5 പൂജ കഴിക്കേണ്ടതായ പൂജവെപ്പ് മുതൽ പൂജ അവസാനിക്കുന്നത് വരെ, പൂജയെടുപ്പ് വരെ 5 പൂജ എങ്കിലും കഴിച്ചിരിക്കണം. അത് ഇല്ലങ്ങളിലാണെങ്കിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, നിവേദ്യം വയ്ക്കുക. അല്ലാതെ ക്ഷേത്രങ്ങളിലാണെങ്കിലും വീടുകളിലും ഒക്കെ പൂജ വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ പാലക്കാട് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലൊക്കെ എന്ത് രസമാണെന്നറിയാമോ? ഒരുപാട് ഒരാൾ രണ്ടാൾ പൊക്കത്തിലിങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊലുകൾ വയ്ക്കും. അങ്ങനെ കൊലുകൾ വെച്ച് എന്ത് രസം! സകലവിധ ദൈവ ചൈതന്യങ്ങളുടെയും അതുപോലെ തന്നെ അവരുടെ വാഹനങ്ങളുടെയും അതുപോലെ തന്നെ അവരുടെ ഉപാസനാമൂർത്തികളുടെയും അവരുടെ ചൈതന്യങ്ങളുടെയും അവരുടെ ഭരദേവതയുടെയും ഒക്കെ കൊലുക്കളിങ്ങനെ വയ്ക്കും. എന്ത് രസം! ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വയ്ക്കും. അങ്ങനെ ആ കൊലുക്കളെ വൃത്തിയായി ഭംഗിയായിക്കൊണ്ട് വയ്ക്കുന്നതായ ഒരാചാര രീതി. തമിഴ്നാട്ടിൽ നമുക്കറിയാം, പാലക്കാട് ജില്ലകളിലൊക്കെ നമുക്ക് നോക്കിയറിയാം, കൃത്യമായ രീതിയിൽ തന്നെ ഓരോ മിറ്റമൊക്കെ അടിച്ചു വാരി തുടച്ച് അവിടെ കഴുകി വൃത്തിയായിക്കൊണ്ട് ഭക്തഗാനങ്ങളും പാടിക്കൊണ്ട് അവിടെ ഓരോന്നും വരച്ച് വെച്ച് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാകും. അപ്പോൾ സംസ്കാരം ഉണ്ടാകുന്നത് വിദ്യാകൽപിത സർവാംഗി സർവ അവിദ്യാവിനാശിനി സർവവിദ്യാപ്രദേ ദേവി നാരായണി നമോസ്തുതേ. നാരായണി തന്നെയാണ്. നാരായണി, ഈശാനി, ശൈവം ഒക്കെ പറഞ്ഞാലും എന്നെത്തുന്നത് എവിടെയാണ്? തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവൻ്റെ മടിയിലിരിക്കുന്ന പാർവതീദേവിയിലേക്കാണെന്നർത്ഥം. ഒറ്റ ഭഗവതിയുള്ളൂ, പാർവതീദേവി. ആ പാർവതീദേവിയുടെ അംശങ്ങളാണ് ദുർഗ, ഭദ്രകാളി, കൂഷ്മാണ്ഡ, ഏത് രൂപത്തിലെടുത്താലും. അപ്പോൾ കാഞ്ചി കാമകോടിയിൽ നമ്മൾ പൂജിക്കുമ്പോൾ നമ്മളവിടെ തൊഴുമ്പോൾ അറിയാം, സെക്കൻഡുകളൊക്കെ പട്ടി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ മഹാദേവന് ഒക്കെ വലിയ മഹാദേവനും വലിയ 5-6 മഹാദേവൻ, പിന്നെ ഭൂമിക്കടിയിലൊരു മഹാദേവൻ. പക്ഷെ പ്രധാനം ആർക്കാണ്? അമ്മയ്ക്കാണ് എന്നർത്ഥം. അപ്പോൾ പ്രധാനമുള്ളതായ ശിവനെക്കാട്ടിലും പ്രാധാന്യം ഉണ്ട് എങ്കിൽ പോലും പിരിയാൻ വയ്യാത്തതായ, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന, കുടുംബത്തോടുകൂടി ഇരിക്കുന്നതായ ഒരൊറ്റ വാഗർധാവസമൃത്തോ വാഗർധപ്രത്യുത്തെ ജഗതപിതരോ വന്ദേ പാർവതി പരമേശ്വരു. ജഗതപിതാവായ പാർവതി പരമേശ്വരന്മാരായി ഒരുമിച്ച് അനുഗ്രഹിക്കുമ്പോൾ എല്ലാവർക്കും വിദ് എന്ന് പറഞ്ഞാൽ വേദം, അറിയേണ്ടത് അറിയാൻ തന്നെയാണ്. അല്ലാതെ ഇനി വിദ്യാഭ്യാസം ലൗകികമായ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടണോ? ആയിക്കോട്ടെ,
കൂടുതൽ അറിവ് കിട്ടണോ ആയിക്കോട്ടെ. അതുപോലെ ജ്ഞാനം പരമവിജ്ഞാന വിജ്ഞാന സമന്വിതം, വിജ്ഞാനസമന്വിതമായ യഥാർത്ഥ ജ്ഞാനമാണ് പൂജവെപ്പ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അതിൻ്റെ യഥാർത്ഥ അറിവാണ് ലഭിക്കേണ്ടത്. അവിടെ ഒറ്റ ചൈതന്യമുള്ളൂ. അമ്മയും തലപ്പുഞ്ച മഹാദേവനും ഒരുമിച്ച് കൂടിയിരിക്കുന്നതായ, അതുപോലെ തന്നെ നമുക്കറിയാം ശാസ്താവും ഭദ്രകാളിയും ഗണപതിയും എല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരൊറ്റ ചൈതന്യമായ പാർവതി സ്വരൂപത്തിൽ പാർവതീദേവി അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് മാത്രം അറിയാൻ പൂജ വെപ്പ് കാലങ്ങളിൽ പൂജ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പൂജ എടുക്കണം എന്ന് പറയും. എടുക്കണമെങ്കിൽ കൊടുക്കണം. 16 ഒരംശം മാത്രമേ നമ്മൾ എടുക്കാവൂ. ബാക്കി 16 പരിപൂർണ അംശം അമല മലര ശർക്കര എണ്ണ നെയ്യ് തിരി നാളികേരം ഒക്കെ അവിടെ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അമ്മയാണ് പ്രധാനം. അമ്മയാണ് നമുക്ക് എന്നും ദൈവം. അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആസ്ഥാൻ താവതീയം പ്രസൂതി സമയ ദുർവാരശൂലവിധ നൈരൂച്യം തനുശോഷണം മലമയീ ശയ്യാജ സാംവത്സരി ഏകസ്യാവിന ഗർഭപാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ദാതും ദുഷ്കൃതി ഉന്നതോപി തനിയ തസ്യേ ജനന്യേ നമാനം ശങ്കരാചാര്യർ പാടിയെങ്കിൽ, ശങ്കരാചാര്യ സ്വാമികളുടെ പാദങ്ങളിൽ നമിക്കുമ്പോൾ പൂജവെപ്പ് കാലഘട്ടം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ സംസരസ്വത്യേ ഗംഗണപതേ നമ ഗുരുഭ്യോ നമ സംസരസ്വത്യേ നമ എന്ന് എണ്ണാതെയും പിടിക്കാതെയും ഇന്ന് മുതൽ ജപിച്ചു തുടങ്ങുക. യഥാർത്ഥ ചൈതന്യം, യഥാർത്ഥ ശക്തി തന്നെ നമ്മളായിത്തീരും, അമ്മയായിത്തീരും, നമ്മൾ തന്നെ മൂകാംബികാദേവി ആയിത്തീരും എന്ന് ഓർമ്മിപ്പിക്കുന്നു. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ.